വാശിയേറിയ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന് പോളിംഗ് അവസാന മണിക്കൂറിലേക്ക് കടക്കുകയാണ്. ശക്തമായ പോളിംഗ് തന്നെയാണ് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ തിരക്ക് തന്നെ എല്ലാ പോളിംഗ് ബൂത്തുകളിലും നമുക്ക് രാവിലെ മുതൽ തന്നെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. നിലമ്പൂർ വിധി എഴുതി കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഉയർന്ന പോളിംഗ് ആർക്ക് ഗുണകരമാകും എന്ന തരത്തിലുള്ള ചർച്ചകളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും സമയം അവസാനിക്കുന്നതിന് മുൻപ് മുഴുവൻ ആളുകളെയും പോളിംഗ് ബൂത്തിലെത്തിച്ച് വോട്ട് രേഖപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് മുന്നണികളും അതുപോലെ തന്നെ പ്രവർത്തകരുമുള്ളത്. വിവരങ്ങളുമായി നിലമ്പൂരിൽ നിന്ന് മുഹമ്മദ് അസ്ലമാണ് ചേരുന്നത്. അസ്ലം, ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം എത്രയാണ് പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്? ഇപ്പോൾ ശക്തമായ ഒരു തിരക്ക് നമുക്ക് പോളിംഗ് ബൂത്തുകളിൽ കാണാൻ കഴിയുന്നുണ്ടോ? നിലമ്പൂർ വിധി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അവസാന മണിക്കൂറിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ 4:45 6 മണി വരെയാണ് പോളിംഗിനുള്ള സമയം. എന്തായാലും ഈ വൈകിട്ടത്തെ സമയം കുറച്ചധികം നിർണായകമാണ്. പരമാവധി ആളുകളെ ബൂത്തിലെത്തിച്ചുകൊണ്ട് വോട്ട് രേഖപ്പെടുത്താനുള്ള ശ്രമത്തിലാണ്. രാവിലെ മുതൽ തന്നെ വലിയ തിരക്ക് നമുക്ക് പോളിംഗ് ബൂത്തുകളിൽ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. ഇതുവരെയുള്ള കണക്ക് പ്രകാരമാണ് എങ്കിൽ 59.68% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 2021 നോക്കിയാൽ 76.6%. അതിലേക്ക് എത്തുമോ അതോ അത് കടക്കുമോ എന്നതാണ് അറിയേണ്ടത്. മുഹമ്മദ് അസ്ലം ചേരുന്നുണ്ട്. അസ്ലം, പോളിംഗ് എങ്ങനെ പുരോഗമിക്കുന്നു? നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ശക്തമായ പോളിംഗ് തന്നെയാണ് കാഴ്ചവെക്കുന്നത്. സാധാരണഗതിയിൽ ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പോളിംഗ് ശതമാനം കുറയുന്നൊരു കാഴ്ചയാണ് നമ്മൾ പാലക്കാടടക്കം എല്ലാ സ്ഥലങ്ങളിലും കണ്ടത്. അതേസമയം ഇതിൽ നിന്നും വ്യത്യസ്തമായി പോളിംഗ് വളരെ ശക്തമായ കാര്യമാണ് കാണാൻ കഴിയുന്നത്. രാവിലെ 9 മണിയായപ്പോൾ 13%. അത് 11 മണിയായപ്പോൾ 30% ഉയർന്നു. 1 മണിയോടുകൂടി 46.73% വന്നു. ഇപ്പോൾ 3 മണിക്കുള്ള കണക്ക്, അവസാനം വന്ന കണക്ക്, ഔദ്യോഗികമായ കണക്ക് 59%. ഇനി അല്പസമയത്തിന് തന്നെ 5 മണിക്കുള്ള കണക്കും വരും. ഏകദേശം 65ലേക്ക് പോളിംഗ് ശതമാനം ഉയർന്നു എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. എല്ലാ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലാ സ്ഥലങ്ങളിലും ആളുകൾ വന്നു പോകുന്നുണ്ട്. നിലമ്പൂർ മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഒരു സമൂഹമാണ്. അതുപോലെ വീറും വാശിയും നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് നടന്നത്. LDF UDFിനൊപ്പം തന്നെ PV അൻവർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി കൂടി, തൃണമൂലിന്റെ സ്വന്തം സ്ഥാനാർത്ഥി കൂടി ശക്തമായ മത്സരം കാഴ്ചവെച്ച, പ്രചരണം കാഴ്ചവെച്ച ഇവിടെ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ഡേയിലും ആ വീറും വാശിയും കാണുന്നുണ്ട്. നമ്മളിപ്പം ജംഷീർ കൂടിയുണ്ട്. ജംഷീർ, ഓരോ മണ്ഡലങ്ങളിലും ശരിക്കും പഞ്ചായത്തുകൾ ഓരോന്നും ഓരോ പാർട്ടികളുടെ സ്വാധീനമുള്ള സ്ഥലങ്ങളാണ്. കഴിഞ്ഞ തവണ അവിടുത്തെ പോളിംഗ് പെർസെന്റേജ് എങ്ങനെയാണ്, അതെങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ? കഴിഞ്ഞ തവണ നമ്മള് വഴിക്കടവില് 75.5% വഴിക്കടവ് ഉണ്ടായിരുന്നത്. അവിടെ LDFിനാണ് ലീഡ്, 35 വോട്ടിന്റെ ലീഡ് ഉണ്ടായിരുന്നു. പെർസെന്റേജ് പറയുമ്പോൾ മുത്തേടം പഞ്ചായത്തിൽ 76.17% എടക്കരയിൽ 74.18% പോത്തുകലിൽ 74.94% ചുങ്കത്തറയിൽ 75.05% നിലമ്പൂരിൽ 72.80% കരുളായിൽ 77.16%, അമരമ്പലത്ത് 77.7%. അങ്ങനെയായിരുന്നു ആ ഒരു കണക്ക് വന്നിരുന്നത്. മുനിസിപ്പാലിറ്റിയേക്കാൾ കൂടുതൽ പഞ്ചായത്തുകളിലാണ് പോളിംഗ് ശതമാനം ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്ക് ഈ പഞ്ചായത്ത് തിരിച്ചുള്ള കണക്കുകൾ ഔദ്യോഗികമായി വന്നിട്ടില്ല. നമുക്ക് ഒരു പക്ഷേ ഒരു 6 മണിക്ക് ശേഷമായിരിക്കും ഔദ്യോഗികമായിട്ട് ഈ കണക്കുകൾ വരിക. അപ്പോഴും ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത് വഴിക്കട ഉൾപ്പെടെയുള്ള, കരുളായി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ, അമരമ്പൽ ഉൾപ്പെടെ സ്ഥലങ്ങൾ, പോത്തുകൽ, സ്വരാജിന്റെ ശരിക്കും ജന്മനാട് പോത്തുകലാണ്. അവിടങ്ങളിൽ ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും ശക്തമായ പോളിംഗ് നടക്കുന്നുണ്ട്. എന്തായാലും പോളിംഗ് ശതമാനം ഉയർന്നതിൽ മുന്നണികൾ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. UDFും LDFും അതോടൊപ്പം തന്നെ PV അൻവറും വലിയ ആത്മവിശ്വാസം പങ്കുവെക്കുന്നുണ്ട്. അതായത് വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ഈ ശക്തമായ പോളിംഗ് അത് അവർക്ക് ഗുണം ചെയ്യുമെന്ന് എല്ലാ മുന്നണികളും വിശ്വസിക്കുന്നു.